ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിനായി ആദ്യമായിട്ടൊരു പാത്രം എടുത്ത് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ 150 ഗ്രാം ബട്ടർ ചേർത്തിരിക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ബട്ടർ മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടതാണ്. 1 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് പൊടിക്കാം. പൊടിച്ചെടുത്ത ബ്രൗൺ ഷുഗർ മെൽറ്റായ ബട്ടറിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അത് നന്നായി ഇളക്കി കൊടുക്കുക. ബട്ടറും ബ്രൗൺ ഷുഗറും നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കാഷ്യൂ നട്ട്സ്, ബദാം, മുന്തിരി, ഈത്തപ്പഴം, ഗ്രീൻ ജെല്ലീസ്, കുറച്ച് വാൾനട്ട്സും എടുത്തിട്ടുണ്ട്. അവയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിനുശേഷം അതിലേക്ക് കുറച്ച് ലെമൺ സിസ് ആഡ് ചെയ്യുന്നുണ്ട്. ലെമൺ സിസ് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പകുതി ഓറഞ്ച് മുറിച്ചത് നല്ല രീതിയിൽ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. പകുതി ഓറഞ്ച് ഫുള്ളായിട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് പിഴിഞ്ഞെടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആൽക്കഹോൾ ചേർക്കുന്നുണ്ട്. ഇത് വേണ്ടുന്നവർ മാത്രം ചേർക്കുക. നമ്മളിവിടെ പ്രീമിയം റമ്മാണ് എടുത്തിരിക്കുന്നത്. റമ്മ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ അത് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. തീ കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ബ്രൗണിഷ് കളർ കിട്ടും നമുക്ക്. അതിലേക്ക് നമ്മൾ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മൂന്ന് മുട്ടയോടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി നമുക്ക് 1.5 കപ്പ് മൈദ ആഡ് ചെയ്യാം. മൈദ നല്ല രീതിയിൽ അരിച്ചെടുക്കുക. ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് കൊക്കോ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കറി മസാല ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യുകയാണ്. വാനില എസൻസ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് ഒരു ബ്രൗണിഷ് കളർ കിട്ടുമ്പോൾ നമുക്കതൊരു ബട്ടർ പേപ്പർ തേച്ച പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. മെയിനായിട്ട് ഈ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കി വെക്കണം. ബട്ടർ ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് കയറി കുറുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇളക്കി കൊടുക്കാതെ നൈസായിട്ട് വേണം ചെയ്യാൻ. ഇനി മറ്റൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാവാനായിട്ട് വെക്കുക. അത് കുക്കായി എന്ന് കൺഫേം ആകുമ്പോഴത്തേക്ക് നമുക്കതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സൈഡിൽ നിന്നെല്ലാം നമ്മൾ മിക്സ് എല്ലാം ലൂസാക്കി കൊടുത്തുകൊണ്ട് നമ്മളത് ഫുള്ളായിട്ട് കേക്ക് നമ്മളെ കംപ്ലീറ്റ് ആയി കിട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് വേണ്ടവർക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് ആൽക്കഹോൾ ആഡ് ചെയ്യാം. നമ്മളിവിടെ കുറച്ച് ആൽക്കഹോളാണ് ആഡ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ബേക്കിംഗ് സമയത്ത് ഉപയോഗിച്ച സെയിം റം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 60 ml എടുത്ത് അത് നമുക്ക് നൈസായിട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇൻജെക്ട് ചെയ്തതിന് ശേഷം നമുക്കത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സർവ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ കേക്ക് മുറിച്ച് നോക്കാവുന്നതാണ്. നൈസായിട്ട് കേക്ക് മുറിയുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മളെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. റമ്മിൻ്റെ
ഫ്ലേവർ എല്ലാം അകത്ത് നല്ല രീതിയിൽ കാണാൻ തന്നെ പറ്റുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും.